Hi friends, welcome to Basic EduZone. Today we are discuss about cell. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം ഇവയെല്ലാം എന്ത് വെച്ചിട്ടായിരിക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, സെൽസ് അഥവാ കോശങ്ങൾ കൊണ്ട്. നമുക്ക് സെല്ലിനെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ഏതൊക്കെയൊന്ന് നോക്കാം. Cells are the structural, functional and biological unit of all living beings. എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. A cell can replicate itself independently, hence they are known as building block of life. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് ഇവ വിശേഷിപ്പിക്കപ്പെടുന്നു. ഒരു സ്കിന്നിൻ്റെ ഭാഗമോ മറ്റോ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് ഇതേ രീതിയിൽ ബ്ലോക്കായിട്ട് ഇങ്ങനെ സെല്ലുകളെ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. ദി സ്റ്റഡി ഓഫ് സെൽ ഈസ് കോൾഡ് സൈറ്റോളജി. Cytology is the study of cell. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. Each cell contain a fluid called cytoplasm, which is enclosed by a membrane called plasma membrane or cell membrane. The cytoplasm has several biomolecules like proteins, nucleic acids, and lipids. Moreover, cellular structures called cell organelles. ഇനി എല്ലാ കോശങ്ങളുടെ അകത്തും എന്ത് കാണാം? ഒരു ഫ്ലൂയിഡ് കാണാം. ഇതാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവം. കോശദ്രവത്തിനെ കവർ ചെയ്ത് ഒരു മെംബ്രെയിൻ അഥവാ കോശസ്തരം കാണപ്പെടുന്നു. ഇനി ഈ കോശദ്രവ്യത്തിനകത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും? ജൈവകണങ്ങൾ അഥവാ ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്സ് ഇവയെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് അഥവാ കോശാംഗങ്ങൾ ഇവയും കാണപ്പെടുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ദി ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽസ് ആർ: ഫസ്റ്റ് വൺ, ദി ന്യൂക്ലിയസ് ഹോൾഡ് ദി ജനറ്റിക് മെറ്റീരിയൽ നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ജീനുകൾ അഥവാ പാരമ്പര്യ സ്വഭാവവാഹകർ ആണ് ഗ്രോത്തിനും റീപ്രൊഡക്ഷനും സഹായിക്കുന്നത്. മൈറ്റോകോൺട്രിയ ഈസ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യണതാരാ? മൈറ്റോകോൺട്രിയ. ലൈസോസോം ഡൈജസ്റ്റ് അൺവാണ്ടഡ് തിങ്സ് ഇൻ ദി സെൽ. സെല്ലിൻ്റെ ഫംഗ്ഷന് ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്നത് ലൈസോസോമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്ലേസ് എ റോൾ ഇൻ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് സെൽ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യജാലിക ഇതാണ് സെല്ലിൻ്റെ ഓർഗനൈസേഷന്, ഇൻറ്റേർണൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹാവിംഗ് റൈബോസോം ഈസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Ribosomes. Ribosomes are the tiny organelles that helps to make proteins. It distributed within the cell and particular attached to endoplasmic reticulum. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തും സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും റൈബോസോമിനെ കാണപ്പെടുന്നു. ഇത് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് are the cell organelles that is responsible for transporting, modifying and packaging of protein and lipids. ഈ ഗോൾജി വസ്തുക്കളാണ് പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും മോഡിഫിക്കേഷന് വേണ്ടിയിട്ടും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. വാക്യൂൾസ് വിച്ച് ആർ ലാർജ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് സ്റ്റോർ എക്സസ് വാട്ടർ, ഫുഡ് and other waste materials. Cell organelles that perform specialized function to carry out life process.
The cells provide structure to body and convert the nutrients taken from the food into energy. സെല്ലിൻ്റെ ഒരു ഫങ്ഷനാണ് ഇറ്റ് ഗിവ്സ് സ്ട്രക്ചർ ടു ദി ബോഡി. ബോഡിക്ക് സ്ട്രക്ചർ തരികയും ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് എവിടെയാണ്? സെല്ലിനകത്താണ്. ദേ ആർ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്. സെല്ലിൻ്റെ ഷേപ്പിനും സൈസിനും വ്യത്യാസം വരാം. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ദേ മേ ബി മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ സെൽ ഈസ് കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, ഈസ്റ്റ്, സയനോബാക്ടീരിയ. അതായത് ഒരു കോശം കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസം. ദി ഓർഗാനിസം വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽ ഈസ് കോൾഡ് എ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. എക്സാമ്പിൾസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ജീവികളാണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾ. മൈക്കോപ്ലാസ്മ ആർ ദി സ്മോളസ്റ്റ് നോൺ സെൽസ്. ഇതുവരെ കണ്ടുപിടിച്ചതിൽ മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറുത്. ലാർജസ്റ്റ് സെൽ ഈസ് എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ സെല്ല്. സെൽസ് ഓഫ് സെയിം ബിഹേവിയർ ഈസ് ടുഗദർ ടു ഫോം ടിഷ്യൂ. ടിഷ്യൂസ് ഓഫ് സെയിം ബിഹേവിയർ ഈസ് ടുഗദർ ടു ഫോം ഓർഗൻസ്. Then organs combine to form organ system. Different organ system combine to form a complete body. Then next topic, discovery of cell. Robert Hooke discovered the cell in 1665. Hooke observed a piece of bottle cork under a compound microscope. He coined the term cells. It got from a Latin word cella, meaning small room. He described his cells in his book Micrographia. ആദ്യമായിട്ട് റോബർട്ട് ഹുക്കാണ് സെൽസ് കണ്ടുപിടിച്ചത്. എന്നാണ്? 1665 അദ്ദേഹം ഒരു ബോട്ടിൽ കോർക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഹണി കോമ്പിൻ്റെ രൂപത്തിൽ ഒരു ഫിഗർ കിട്ടി. അദ്ദേഹം ഇത് ജീവൻ ഉള്ളതല്ല എന്നാണ് ആദ്യം വിചാരിച്ചത്. അതിനൊരു പേര് നൽകി. അതാണ് സെൽസ്. സെല്ലിൻ്റെ അർത്ഥമാണ് സ്മോൾ റൂം. ഹുക്ക് കൺക്ലൂഡഡ് ദാറ്റ് ദീസ് വെയർ നോൺ ലിവിങ് എൻറ്റൈറ്റീസ്. Anton van Leeuwenhoek observed the cell under another compound microscope with higher magnification. He had noted the cell exhibited some forms of movement. As a result, Leeuwenhoek concluded that microscopic entities were alive. These entities were named animalcules. ആൻറ്റൺ വാൻ ലിവൻഹോക്ക് ആണ് സെൽസിന് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത്. അദ്ദേഹം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം ഹയർ മാഗ്നിഫിക്കേഷനുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ചില മൂവ്മെൻറ്റ്സ് ഇതിന് കാണാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഈ സെൽസിന് വേറൊരു പേര് കൊടുത്തു, ആനിമൽക്യൂൾസ്. ഇൻ 1833 റോബർട്ട് ബ്രൗൺ, എ സ്കോട്ടിഷ് ബൊട്ടാനിസ്റ്റ്, provided a very first insight into the cell structure. He discovered nucleus inside the cell. അങ്ങനെ റോബർട്ട് ബ്രൗൺ 1833 ന്യൂക്ലിയസ് അഥവാ മർമ്മം കണ്ടുപിടിച്ചു. ഇൻ 1839 തിയോഡർ ഷ്വാൻ ആൻഡ് മത്തിയാസ് ജാക്കബ് ഷ്രീഡൻ വെയർ പോസ്റ്റുലേറ്റഡ് സെൽ തിയറി. ഇൻ 1838 Schleiden suggested that every structural parts of plant made up of cell. In 1839, Theodor Schwann stated that animals are composed of cell or products of cell. സെൽ തിയറി പോസ്റ്റുലേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? തിയോഡർ ഷ്വാനും MJ ശ്രീഡനും കൂടിയാണ്. In 1855, Rudolf Virchow concluded that the cells are arised from pre-existing cells.
റുഡോൾഫ് വിർച്ചോ എന്താണ് പറഞ്ഞത്? ഓൾറെഡി ഉള്ള ഒരു കോശത്തിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് സെൽ തിയറി ഒന്ന് നോക്കിയാലോ? All living organisms are composed of one or more cells. The second one, the cell is the basic unit of life. This cell arises from pre-existing cell through the process of cell division. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു. ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ കോശങ്ങളും മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ടൈപ്സ് ഓഫ് സെൽ. There are two types of cells, prokaryotic cells and eukaryotic cells. First one, prokaryotic cell. Prokaryotic cell have no nucleus. The genetic materials were freely suspended into the cytoplasm. That region is called nucleoid. നിയതമായ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ. They are single-celled organism. The hereditary material can either DNA or RNA. പ്രോക്യാരിയോട്സ് ഏകകോശ ജീവികളാണ്. DNA-യോ RNA-യോ ആണ് പാരമ്പര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശമർമ്മത്തിൽ ഉള്ളത്. Prokaryotes generally reproduced by binary fission. റീപ്രൊഡക്ഷൻ സാധാരണയായിട്ട് ബൈനറി ഫിഷൻ അതായത് വിഭജനം വഴിയാണ് നടക്കുന്നത്. ദി സൈസ് ഓഫ് ദി സെൽ റേഞ്ചസ് ഫ്രം 0.1 to 0.5 micrometer in diameter. Then eukaryotic cells. Eukaryotic cells are characterized by a true nucleus. നിയതമായ മർമ്മം ഉള്ള കോശങ്ങളാണ് യൂക്യാരിയോട്ടിക് കോശങ്ങൾ. ദി സൈസ് ഓഫ് ദി സെൽ റേഞ്ചസ് ഫ്രം 10 to 100 micrometer in diameter. പ്രോക്യാരിയോട്സിൻ്റേതിലും വലിയ കോശങ്ങളായിരിക്കും യൂക്യാരിയോട്സിൽ. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാന്റ്സ്, ഫംഗൈ, പ്രോട്ടോസോവൻ ആൻഡ് ആനിമൽസ്. യൂക്യാരിയോട്സ് ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആയിരിക്കും. ദേ ആർ reproduce sexually as well as asexually. ഇവയിൽ രണ്ടു തരത്തിലുള്ള പ്രത്യുൽപാദനം കാണാൻ സാധിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് വൺ മോർ തിങ്, ദി ഫാദർ ഓഫ് സെൽ ഈസ് റെഫേർഡ് ടു ആസ് ജോർജ് എമിൽ പാലഡെ. ഇതൊരു റൊമേനിയൻ അമേരിക്കൻ ബയോളജിസ്റ്റാണ്. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? എല്ലാ ജീവനുള്ള വസ്തുക്കളും സെല്ല് അഥവാ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പഠിച്ചു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ദിസ് ഈസ് ബേസിക് എഡ്യൂസോൺ, ഈസി വേ ടു ലേൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.